ഈ ഹണി റോസിനെ പറ്റി ആരോ മോശമായ പരാമർശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റൊക്കെ കണ്ടു. ഇതിനകത്ത് ഇപ്പോൾ പറയുവാണെങ്കിൽ ഇത് ബോച്ചയാന്ന് തോന്നുന്നു. ബോച്ചേ എന്തോ ഞാൻ നടീന്നാണ് പറഞ്ഞത്, വെടീന്നല്ല. പിന്നെന്തോ വേറെ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ബോച്ച വീട്ടിൽ മോളെ വിളിക്കുന്നത് പൂ മോളെ, കൂമോളെ, പിന്നെന്തുവാ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ. നമുക്കറിയാൻ പറ്റത്തില്ല. നിങ്ങളത് വിചാരിക്കുന്നവരല്ല കാര്യങ്ങൾ. ഞാൻ വല്ല ഇയാൾ അങ്ങനെ മൊത്തത്തിൽ അമ്മയെ വിളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ അതവരുടെ രീതിയാണ്. അതിപ്പോൾ ഈ പറഞ്ഞ ഹണി റോസിന് മനസ്സിലാവാത്തതുകൊണ്ടാണ്. പിന്നെ ചില കേസുകളിൽ അങ്ങനെയല്ല. ചിലപ്പോൾ ഇവർ പാരമ്പര്യമായിട്ട് അങ്ങനെയാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അത് പാരമ്പര്യ സ്വത്ത് അനുഭവിക്കുന്ന ഒരു ഫാമിലി ബിസിനസ്സുകാരനെന്ന നിലയ്ക്ക് ആ ഫാമിലി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അവരുടെ ഒരു രീതി മനസ്സിലായില്ലേ എങ്ങനെയാണെന്ന്. എവിടെയും ചെന്ന് ഈ തറ പരിപാടിയല്ല ഒന്നും പറയാനോട്ട് അറിയത്തുമില്ല. വേറെ എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പുള്ളി? ഈ തറയല്ലാതെ ഒന്നും പറയാൻ അറിയത്തില്ല. പിന്നെ കുറച്ച് ഉടായ്പും തരികിടയായിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു ബിസിനസ്സുകാരനോ. നല്ല തരികിടയാണ്, നല്ല പറ്റിക്കലും ഉണ്ട്. പല സ്കീമും കൊണ്ട് വരും ഇടയ്ക്കിടയ്ക്ക്. എൻ്റെ കുറേ പേരുടെ പൈസ പോകുന്നുണ്ടെന്നുള്ളതല്ലാതെ വേറെ വലിയ മെച്ചമൊന്നും ഇല്ല. പിന്നെ ഈ ചെമ്മണ്ണൂർ ജ്വല്ലറി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര വലിയ ജ്വല്ലറി ഒന്നുമില്ല. ഇയാൾ ഈ കിടന്ന് കളിച്ച് കൂയി ഈ അലമ്പൊക്കെ കാണിക്കുന്നതുകൊണ്ട് പേരുണ്ടെന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉച്ചമണ്ണൂർ ജ്വല്ലറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഉടായ്പ വണ്ടി ഇറക്കി അത് കാണിച്ച് മരണോണെ കൊണ്ടുവന്നിട്ട് ചിക്കൻ വേലഡ് എന്നൊക്കെ പറഞ്ഞാൽ ഊളത്തരമൊക്കെ പറയും. പിന്നെ ഒരു അളിഞ്ഞ ഉടുപ്പ് കിട്ടുകൊണ്ട് അങ്ങനത്തെ പട്ടിഷോടെ ആളാണ്. അല്ലാതെ ക്വാളിറ്റി ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഒരു കൂതറ. അല്ലാതെ ഇങ്ങനത്തെ നാരത്തിനും പറഞ്ഞ് നടക്കുന്നവനെ ഒന്നും ആരെ ഈ വക വെക്കുന്നത് എനിക്കറിയത്തില്ല. ഇതുപോലെ കുറേ എണ്ണം ഉണ്ട് ഇങ്ങനത്തെ അല്പന്മാർ. ഇവരൊന്നും ശരിക്കും പറഞ്ഞാൽ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. പിന്നെ ഉള്ളത് വെച്ചിട്ട് അങ്ങ് കളിച്ച് നടക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ളവരെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവരിങ്ങനെയൊക്കെ ഇത്തിരി പരിപാടികളാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ സ്വന്തം കഴിവ് കൊണ്ടൊക്കെ ബിസിനസ്സൊക്കെ ബിസിനസ്സോ എന്തോ ആയിക്കോട്ടെ, ഏത് രീതിയിലാണേലും മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരൊന്നും ഇത്തിരി തറപ്പണിക്ക് വരത്തില്ല. മനസ്സിലായോ? ഇത് വേറെ കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് കഴിവ് കുറഞ്ഞ ആളും കൂടെയാണ് കൂട്ടത്തിൽ. മനസ്സിലാക്കണം. നമ്മൾ ഈ സാധാരണക്കാരെ വെച്ച് കമ്പയർ ചെയ്യേണ്ട. നല്ല പൈസയുള്ള ഒരു വീട്ടിൽ ജനിച്ചിട്ട് അല്ല അതുപോലെ ബിസിനസ്സൊക്കെ ഉള്ളിടത്ത് ഇച്ചിരി കഴിവ് കുറഞ്ഞ ആൾക്കാരുണ്ട്. അതുങ്ങൾ ഇങ്ങനെ നടക്കത്തേ ഉള്ളൂ. അവരുടെ പരിപാടി ഇതുപോലെ വേറെ ഉണ്ട് കുറേ എണ്ണം. അപ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവരുടെ കയ്യിലിരിപ്പ് ഇതൊക്കെ തന്നെ. ഇവർക്ക് ഇതിൽ കൂടുതൽ ക്വാളിറ്റി ഒന്നും കാണിക്കാൻ കിട്ടത്തില്ല. കാരണം എവിടെ ചെന്നാൽ ഈ പൈസ കൈ വെച്ചിട്ട് ചിലപ്പോൾ പറഞ്ഞിട്ടില്ലേ, സ്കൂളിൽ വെച്ച് ഗേൾഫ്രണ്ടിനെ കാണാൻ കണ്ട് വണ്ടി ഓടിച്ച് പോയെന്നൊക്കെ പറഞ്ഞ് വലിയ ക്രെഡിറ്റായിട്ടൊക്കെ പറയുക. അതിനേക്കാൾ ചെറുപ്പത്തിൽ ഈ ലോറി ഓടിച്ചിട്ടുണ്ട് നടന്ന് ഉപജീവനമാർഗം കണ്ടെത്തിയ ആളുകളൊക്കെ ഉണ്ടാവും. അല്ലേ ഈ കൂപ്പിൽ തടി വെട്ടാൻ പോയ അപ്പൻ്റെ കൂടെ ഇരുന്ന് കൂപ്പിൽ കൂടെയൊക്കെ വണ്ടി ഓടിച്ച് ഡ്രൈവർമാരൊക്കെ ഉണ്ടാവും. അല്ലെ ഹൈ റേഞ്ചിൽ ജീപ്പ് ഓടിച്ചവന്മാരൊക്കെ ഉണ്ടാവും. അത് വലിയ കാര്യമൊന്നുമല്ല. അത് ഈ ബോച്ച പറഞ്ഞ ഈ സംഭവം വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ ഈ തള്ളുന്നതും മറിക്കുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര അല്പത്തരമാണ് പറയുന്നതൊക്കെ. പിന്നെ ചുമ്മാ കുറേ എന്താണ്ടൊക്കെ വിളിച്ച് പറയും. പിന്നെ കൊച്ചു പെൺപിള്ളേരുടെ വരെ ഈ അളിഞ്ഞ വർത്താനം പറയാനോ അതും പബ്ലിക്കിൽ ഇങ്ങനെ എന്ന് പറയുന്നത്. ഇയാൾ പറയുമ്പോൾ കുറേ പൊട്ടന്മാരൊന്നും കൈയടിക്കും ഇയാൾക്ക് കാശുണ്ടെന്നും പറഞ്ഞുകൊണ്ട്. ഇതിൻ്റെ കാൽഭാഗം ആറാട്ടനെ പോലത്തെ ആൾക്കാർ പറയുന്നുള്ളൂ. പെരേരൊന്നും പിന്നെ അങ്ങനെയും പറയാറില്ല. പൊട്ടത്തരമൊക്കെ പറഞ്ഞ് നടക്കുന്നവരെ തല്ലാനും കൊല്ലാനും ഒക്കെ നടക്കുന്ന കുറേ വാണങ്ങൾ അത് വേറെ. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന് പറഞ്ഞൊരു ഭയങ്കര സംഭവം നടക്കുമ്പോൾ ഇതിനിടയിൽ ആറാട്ടനെ തല്ലാനൊക്കെ നടക്കുന്ന ആൾക്കാർ ഇതുപോലുള്ള പാവങ്ങളെയൊക്കെ ഉപദ്രവിക്കാനും ഇതുപോലുള്ളവന്മാരെ പേടിച്ചിട്ട് ഇവനെയൊക്കെ പേടിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഈ തറപ്പാർട്ടികളെയൊക്കെ പേടിക്കേണ്ട ആവശ്യം എന്തോ? ചിലവന്മാർക്ക് അങ്ങനെയുണ്ട്. ചിലർക്ക് ഇതൊരു വലിയ സംഭവം. പൈസയുള്ള ആളാണ്, അപ്പോൾ പൈസ ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ പറയാനുള്ള ലൈസൻസ് ആണെന്നൊക്കെ വിചാരിച്ചേക്കുന്ന കുറേ അതിലും വലിയ നാറികൾ. അവരുടെ ഒരു ഹീറോ മോഹൻലാലിന് കുറേ ഫാൻസ് ഉണ്ടെന്ന് പറയുന്ന പോലെ ഉള്ളൂ ഈ ബോബി ചെമ്മണ്ണൂരിനെ ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാർ ഓൺലൈനിലൊക്കെ. പിന്നെ ഇതിനു മുമ്പ് പല പ്രശ്നങ്ങളാണ്. ഒരിടയ്ക്ക് മറുനാടൻ ഷാജനൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇയാളെയൊക്കെ എപ്പോഴാണ് പൊക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും തട്ടിപ്പും പരിപാടിയൊക്കെ ആയിട്ട് എന്തെങ്കിലും കേൾക്കാം.
അല്ലാതെ ഇത് മുന്നോട്ട് അങ്ങനെ പോകും തോറും എത്ര നാളിത് പിടിച്ചിരിക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം ലാസ്റ്റ് ഏതാണ്ട് ബോച്ചട്ടി ഏതാണ്ട് പറഞ്ഞ പരിപാടി ഇറക്കിയപ്പോഴും കുറേ പേര് ഇതിനെതിരെ കുറേ സാധനമായിട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതൊന്നും വലിയ പുള്ളികളല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന ആവാനും മതി. ഇനി എപ്പോഴാണെന്ന് അറിയത്തില്ല, പല കേസുകളും എണ്ണം കൂടി ബോച്ച നാട് വിടുന്ന സ്ഥിതി കാട്ടി വരും. ഇവരെല്ലാം നാട് വിടാൻ സാധ്യതയുള്ളവരും കൂടാ, അതുകൂടെ മനസ്സിലാക്കി വെച്ചു. അല്ല ഇത് വലിയ ആന സംഭവമൊന്നുമല്ല. കുറേയേറെ ഉടായ്പുണ്ടാവും കയ്യിൽ. ഇനി എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പലയിടത്തും നിന്ന് ഇനിയിപ്പോൾ ഇതിനകത്തുള്ള കമൻസൊക്കെ നോക്കി അറിയാം. ചിലപ്പോൾ ഇതിനിടയിൽ ആൾക്കാർ വന്ന് കമൻ്റ് ഇടും, അയാൾക്ക് എങ്ങനെയാണ് പൈസ നഷ്ടം വന്നത്, ഇയാളുമായിട്ട് ഇടപെട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അതിനകത്ത് നഷ്ടമുണ്ടായത് എന്തൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ഫേസ്ബുക്കിൽ കാണാം. പിന്നെ ഏത് ബിസിനസ്സിനാണെങ്കിലും ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് ബാക്കിയുള്ളവന് മാത്രമേ നഷ്ടമുള്ളൂ എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. ബിസിനസ് ചെയ്തവന് വലിയ നഷ്ടമൊന്നുമില്ല, അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തവന്മാർക്ക് ആ പെടുന്നത്, അവന്മാർക്ക് ആ നഷ്ടം. മറ്റവനപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? അങ്ങനെ ഒരു കഥ. ഇത് കുറച്ച് കൂടിക്കഴിയുമ്പോഴാണ് നാട് വിടുന്നത്. അങ്ങനെ ഇത്തിരി തറവർത്താനം പറയുന്നത് ഡൈവേർട്ട് ചെയ്യാനും കൂടാ, പല മീഡിയ അറ്റൻഷനും തെറ്റിച്ച് കളയാനും. അല്ലെങ്കിൽ ഇയാളെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇയാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്ന് അറ്റൻഷൻ സീക്കിങ്ങും ഉണ്ട്, അതിനോടൊപ്പം തന്നെ കുറച്ച് ഡൈവേർട്ട് ചെയ്യാനും പറ്റും. പല സിറ്റുവേഷനിലും പുള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോന്ന് ഒപ്പിക്കും ഇടയ്ക്ക് കയറി. എന്തെങ്കിലും സാധനം കയറി വരുവാണെങ്കിൽ പിന്നെ ഈ വാർത്താ ചാനലിനെല്ലാം നല്ലപോലെ ഈ പൈസ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് പലരും പലതും പൊക്കാതെ മിണ്ടാതിരിക്കും. എനിക്ക് അയാളെ പറ്റി കൂടുതലൊന്നും അറിയത്തില്ല, പക്ഷേ കണ്ടെടുത്തോളം കുറേയൊക്കെ ഒതുക്കി നിൽക്കുന്ന ഇതുപോലത്തെ ഒരു 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 കഞ്ഞി ടീമാണ്. കാശുള്ളവരുടെ കൂട്ടത്തിലൊരു കഞ്ഞി, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ വലിയ സംഭവമായിട്ടൊന്നും കാണാനൊന്നുമില്ല. ഇങ്ങനെ പോലത്തെ ആൾക്കാരോടൊന്നും പണ്ട് ഇന്നും ഇനി അങ്ങോട്ടും മുന്നോട്ടും ഒന്നും എനിക്കൊന്നും ഒരു സൗഹൃദം പറ്റത്തില്ല. കാരണം ഇത്തിരി തറകളോട് ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ ഇങ്ങനത്തെ ഐറ്റങ്ങളോടൊന്നും കമ്പനി അടിക്കാറില്ല. കുറച്ച് തമാശയൊക്കെ പറയുന്ന ആൾക്കാരോട് കമ്പനി അടിക്കും. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലത്തെ ആവശ്യങ്ങളൊന്നുമില്ല ഇങ്ങനെ ഇതേപോലത്തെ ആൾക്കാരെ കൊണ്ട്. ഇവരുടെ കൂട്ടുകാരും അങ്ങനെ ആയിരിക്കുമെന്നേ. ഇവരെല്ലാം തറ പരിപാടി ആയിരിക്കും. എപ്പോഴും ഈ തറവർത്താനം പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നവന്മാരില്ലേ, അതിനിടയിൽ ഇത് വരുന്നവരോടും പോകുന്നവരോടും എല്ലാം അങ്ങ് ഇറക്കുക. പക്ഷെ കിട്ടിത്തുടങ്ങി. ഇത് പതുക്കെ ഇങ്ങനെ കയറി വരും. നോക്കിക്കോണേ, ഇനി ഇത് ബോച്ചയ്ക്ക് പണി കൂടുതൽ വരാൻ പോവുക. ഈ വർഷം കൊണ്ട് മിക്കവാറും ആരും 1-2 കൂടെ അവതരിപ്പിക്കുകയാണെങ്കിൽ നല്ല മേടിച്ച് കൂട്ടാം. തിരിച്ച് തെറിവിളി കേൾക്കും, മക്കളെ വരെ തെറിവിളി കേൾപ്പിക്കുവൻ, എന്നിട്ടേ പോകത്തുള്ളൂ. ആ പിള്ളേരൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുമായിരിക്കും. ഇവിടെ നിന്ന് കയറി പ്രൊഫൈലുകൾ തപ്പിയെടുത്തിന് ആൾക്കാർ അവരുടെ ഫോട്ടോ വെച്ചൊക്കെ ട്രോൾ ഉണ്ടാക്കി വരുമ്പോഴേ അറിയത്തുള്ളൂ, മനസ്സിലാവത്തുള്ളൂ എന്ന് തോന്നുന്നു. ഇനി അതൊക്കെയാണ് ആവശ്യമെങ്കിൽ അത് നടക്കും, അത്രേ എനിക്ക് പറയാനുള്ളൂ. മോനും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ അവരുടെ ക്യാമ്പസുകളിൽ അവരെ പറ്റിയും ഒക്കെ ട്രോളൊക്കെ ചെയ്ത് ഈ ഫോട്ടോ ഒക്കെ ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിലാവും എന്താ അതിൻ്റെ ബുദ്ധിമുട്ടെന്ന്. അതുവരെ ഇങ്ങനത്തെ ആൾക്കാർക്ക് മനസ്സിലാകും. പിന്നെ അയാൾക്ക് ആ നാണക്കേടല്ലെങ്കിലും പിള്ളേർക്കൊക്കെ നാണക്കേടായിരിക്കും. അതൊരു നാണക്കേടാണ്. അതിനുള്ള സാധ്യത ഉണ്ട്. എവിടെന്നേലും ഇങ്ങനത്തെ സാധനമായിരിക്കും പൊങ്ങി വരുന്നത്. ഇത് കൂടിക്കഴിയുമ്പോഴേ ഇത് ആവശ്യമില്ലാത്ത പരിപാടിയല്ലേ എന്ന് വല്ല ആവശ്യമുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്ക്. ആരെയൊക്കെ പറ്റി എന്തൊക്കെയാണ് ഏത് പെങ്കൊച്ച് അടുത്ത് പോയി നിന്നാലും അവളെ പറ്റി എന്തെങ്കിലും അപരാധം പറയണമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിൽക്കുക ഒരാൾ. ഇയാൾ ആരെ ഇതിൻ്റെ ഹോൾസെയിൽ ഡീലറോ? ഈ തറവർത്താനത്തിൻ്റെ ഇങ്ങനത്തെ തറവർത്താനമൊക്കെ തിരിച്ച് പറയാനാണെങ്കിൽ ഇതല്ല, ഇതിനപ്പുറം പറയാൻ ആൾക്കാരുണ്ട് ഇവിടെ. അത് വലിയ കഴിവൊന്നുമല്ല, എല്ലാവരും ക്രെഡിറ്റായിട്ട് എടുക്കുകയും വേണ്ട. ഇവിടെയുള്ള കുറേ നാറികളുണ്ടെന്നേ. ആ നാറികളുടെ കൂട്ടത്തിൽ ഒരു ചെറിയ നാറി എന്നുള്ളതേ ഉള്ളൂ, അല്ല വലിയ നാറിയല്ല. മറ്റേ ഹേമ കമ്മിറ്റി നാറികളുടെ ഇടയിലും ഉണ്ട്. അതുപോലെ തന്നെ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴാണ് എങ്ങനെ എന്താ പ്രശ്നമാകാമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ പരിപാടികൾ നോക്കുമ്പോൾ കുറേ നാറികളുണ്ട് ഇവിടെ. ആ നാറികളുടെ കൂട്ടത്തിലൊരു നാറി എന്നുള്ളതല്ലാതെ വേറെ മുന്തിയൊരു നാറിയല്ല, ഒരു ലൊടുക്ക് നാറി അല്ലേ? ശരിയല്ലേ? അത്രേ ഉള്ളൂ. ഒരു തറ കണ്ടേച്ചാലും മതി, ഒരു വേഷം കെട്ടും. എന്ത് സാധനം അത്! ഇങ്ങനത്തെ വാളികളെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്നവരെ പറഞ്ഞാൽ മതി, എന്തിനു കിട്ടും ഇവർക്ക് എനിക്കറിയത്തില്ല. ഇങ്ങനെ വേഷം കെട്ടും കോലം കെട്ടും ഇങ്ങനത്തെ കുറേ തറ വിറ്റ് പിടിച്ച് നടക്കുന്ന കഞ്ഞികളെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുക കുറേ എണ്ണം. എന്തിനാണോ എന്തോ.
ആർക്കറിയാം.